ഹലോ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിന് മോദകമെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കേട്ടിരിക്കുന്നത് സുഖിയൻ എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. മോദകമൊന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി നാടൻ പലഹാരമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഈ സുഖിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ചെറുപയർ തന്നെയാണ്. അപ്പോൾ ചെറുപയർ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. 250 ഗ്രാമോളം വരും. അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചെറുപയർ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ച് അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോഴേക്കും എന്താ ചെറുപയറൊക്കെ വെന്ത് നമുക്ക് കിട്ടും. നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉടഞ്ഞു വരണം. അത്രയും വെന്തിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരത്തിന് ശർക്കര എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാമേ. അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മളൊരു പാനിലിട്ടിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. ശർക്കര പാനിയാക്കി എടുക്കുകയാണെ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കട്ടിക്ക് പാനിയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇത്രയും കൂടി വേണ്ട കേട്ടോ. ഇതിലും കട്ടിയായിട്ട് എടുക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഈ ഒരു രീതിയിൽ പാനിയാക്കി എടുത്തിട്ട് ഒന്ന് അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വേണം. അപ്പം ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ പകുതി, അതായത് നമ്മുടെ മുറിക്കുമ്പോൾ 2 പീസാണല്ലോ കിട്ടുന്നത്, അതിൻ്റെ ഒരു പകുതി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ശർക്കരപ്പാനി അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മധുരവും അതേപോലെ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ആവാം കേട്ടോ. മധുരം കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്കാപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം കേട്ടോ. ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ ചെറുപയർ നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അതാണ് ഞാൻ പറഞ്ഞത്. ശർക്കരപ്പാനി കുറച്ചുകൂടി കട്ടിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വരട്ടിയെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ പാനി ഇപ്പോൾ കുറച്ച് ലൂസായത് കൊണ്ടാണ് നമുക്ക് കുറച്ച് അധികം സമയം എടുക്കും ഇത് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മളിതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ തീ അങ്ങ് ഒരു മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ച് അങ്ങ് വിട്ട് വരാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് വരട്ടിയെടുത്തത് കേട്ടോ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ അങ്ങ് എടുത്തിരുന്നാൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് തയ്യാറാക്കിയെടുക്കാമേ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അധികം എണ്ണ കുടിക്കില്ല എന്നാണ് പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ വലിപ്പത്തിൽ നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാമേ. അപ്പോൾ ഒരു 15-16ഓളം ബോൾസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ. ഇനി ഈ മാവിലേക്ക് മുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്നാക്കി അങ്ങ് പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സുഖിയൻ. അപ്പോൾ ആ വരട്ടിയെടുക്കുന്ന സമയം മാത്രം മതി. ബാക്കിയൊക്കെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ സുഖിയൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെക്കണം, കൂട്ടിയൊന്നും വെക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തിരുന്നാൽ മതിയാവും.
അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലും എന്തെങ്കിലും പണിക്കൊക്കെ ചേട്ടന്മാരൊക്കെ വരുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അച്ഛൻ വൈകുന്നേരം അവർക്ക് ചായ കുടിക്കുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വരും. എന്താ സുഖിയൻ, പഴംപൊരി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാർക്ക് വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കും കൂടി അച്ഛൻ കരുതാറുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഈ നല്ല തളിര് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്ന കാണാം നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേ. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് യൂണിഫോമൊക്കെ മാറിയിട്ട് ഓടി വന്ന് അന്നൊന്നും കൈ പോലും കഴുകാറില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ എൻ്റെ മക്കളാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നാൽ കൈ കഴുകണം, കുളിക്കണം എന്നൊക്കെ പറയും. അന്നൊക്കെ ഓടി വന്ന് വേഗം ആ പൊതി അങ്ങ് എടുത്തിട്ട് അങ്ങ് കഴിക്കുകയാണ് ചെയ്യണത്. ചായയും കൂട്ടി അങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇപ്പോഴത്തെ എന്താ പറയുക പിസയ്ക്കോ ബർഗറിനോ ഷവർമ്മയ്ക്കോ ഒന്നും തരാൻ പറ്റില്ല കേട്ടോ. അതങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള, ഞാനൊക്കെ 90കളിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതല്ല കേട്ടോ, നമ്മുടെ സാധാരണ ചായക്കട ഉണ്ടല്ലോ, നാട്ടിൻപുറത്തുള്ള ചായക്കട, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. നല്ല പ്രായമുള്ള അമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാക്കുന്ന പലഹാരം ഉണ്ടല്ലോ, അപ്പോൾ അത് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ബേക്കറികളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ആ പഴയ കാലത്ത് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. ഞാൻ ഒരുപാട് നാളായി ഇത് കഴിച്ചിട്ടും അങ്ങനെ കഴിക്കാറുമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ ബേക്കറിയിൽ എന്താ ഉള്ളത്, പപ്സ്, അതേപോലെ കട്ട്ലേറ്റ്, എന്താ മീറ്റ് റോൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സംസാരിച്ച് നിന്ന സമയം കൊണ്ട് നമ്മുടെ സുഖിയനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നാടൻ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ കുട്ടികൾക്ക് കൊടുക്കാനും. നമ്മൾ ശർക്കരയിലൊക്കെയാണ് ചെയ്തത് അത്യാവശ്യം, പിന്നെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരുന്ന അത്രയേ ഉള്ളൂ. ശർക്കരയിൽ ആണ് ചെയ്തത്. അപ്പോൾ അവർ കഴിക്കുകയും ചെയ്തു കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവർ കഴിക്കുകയും ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമായി അവർ കഴിക്കുന്ന കാണുമ്പോൾ. അവർ കഴിക്കുന്ന കാണുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സ് നിറയുന്നത്. അങ്ങനെ നമ്മൾ സുഖിയനൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും അതുപോലെ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കും ഇഷ്ടമാവും. അവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ നിറയും അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ പയറിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഗസ്റ്റോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ആ മൈദയുടെ മിക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഈ പയറെടുത്തിട്ട് ബോൾസ് ആക്കുക, മാവിൽ മുക്കുക, പൊരിക്കുക, അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചായിരുന്നാൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.